ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ. ഇറാനി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, റെസിപ്പി ട്രൈ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും മുളകും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്യാം. 1.5 കപ്പ് പാൽ ആഡ് ചെയ്യാം. അര കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ചധികം ഓയിൽ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്യുകയും ചെയ്യാം, അതിലേക്ക് തന്നെ വെജീസും നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി, ഇവിടെ വലിയ 2 ഉള്ളിയാണ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അത് ആഡ് ചെയ്തിട്ട് അത് നന്നായി ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അതും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. ഒരു വലിയ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഫ്ലേവറൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പിസ്സ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആദ്യം തന്നെ ഓയിലെടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഫോർക്ക് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയിട്ട് നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ, സെൻറ്റർ പാർട്ട് നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റ് ഇറാനി പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള പോലെയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.